മൊത്തം പൊടി കണ്ട, പൊടിയും കാക്ക കാഷ്ടവും. പൊടിയുണ്ട് ഇവിടെ എഴുതാ. ആ ലെവലില് പൊടിയായി. ടൈം ലൈൻ നിങ്ങൾ വീഡിയോ ഇട്ടിട്ടുണ്ട്, വീഡിയോ കാണണം അല്ലേ അഖിലേ? ഇറങ്ങ്, നമുക്ക് ചായ കുടിച്ച് കഴിക്കണ്ടേ വല്ലോ. ടെട്രാ വീൽസ് ഡീറ്റെയിലിംഗ് സ്റ്റുഡിയോയിലാണ് വന്നിരിക്കുന്ന സുഹൃത്തുക്കളെ. ആ ബാൻഡത്ത് പോയി ബാക്കിലൊക്കെയാണ് നമ്മൾ വെലുപിടിപ്പുള്ള മാക്ബുക്ക് പ്രോ. സേഫായിട്ട് പോയി. ഇപ്പോൾ കൈ വഴുതി പോയിരുന്നെങ്കിലേ ഇപ്പോൾ ബൈക്ക് അതേത് മോഡലാ? പുതിയ മോഡലാ? മലയാളം മലു നെയ് തോടെ മലു തോടെ നെയ്. റോയൽ എൻഫീൽഡിൻ്റെ 2016 മോഡൽ അല്ലടാ? 16 എന്നല്ലേ പറഞ്ഞേ? ഹലോ ഗൈസ്, അങ്ങനെ കാറ് വാഷിന് കൊടുത്ത് ഇനി കാറ് വാഷ് ചെയ്ത് ഇട്ടിട്ട് അതുവരെ നമുക്ക് ചായ കുടിക്കേ. നമുക്ക് ചായ കുടിക്കാൻ ചായക്കടയില്ല ഇവിടെ. വെള്ളം വല്ലതും കിട്ടുമോ നോക്കട്ടെ. അത് നമ്മള് വെഞ്ഞാറമൂട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ എന്താ ഇവിടെയാണ് കട. ഇതാ അവിടെ നിന്ന് വന്നാൽ ഇതാണ് കരിക്കൊട്ട്. കരിക്ക് നമുക്ക് വാങ്ങിച്ച് വയ്ക്കാം, പോണ വഴി കുടിക്കാം. വെള്ളമുള്ള കരിക്ക്, വെള്ളമുണ്ടെന്ന് വിശ്വാസത്തോടെ നമ്മൾ കരിക്ക് വാങ്ങിച്ചുകൊണ്ട് ഇറങ്ങുകയാണ്. അപ്പോൾ തട്ടുകട, പരിപ്പ് കട, വാഴയ്ക്കപ്പം മതി. ഇതിപ്പോൾ കാണാം. നല്ല ഉള്ളൂടാ. തുളയുള്ള അവിടെ ഗൈസ്, അങ്ങ് വിദൂരതയിൽ നമ്മുടെ കാറ് കഴുകി വൃത്തിയായിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. കൊള്ളാല്ലേ? മുടി ഒതുങ്ങേയില്ല, എന്താണെന്ന് അറിഞ്ഞൂടാ. പുല്ല് ഇപ്പം കുറച്ച് കഴിയുമ്പോൾ നോക്കിക്കോ, ഇതെല്ലാം മാറി വരും. ഗൈസ്, നമ്മളങ്ങനെ വെഞ്ഞാറുമൂട്ടിലേക്ക് കടന്നിരിക്കുകയാണ്. വെഞ്ഞാറുമൂട്ടിലെ അതിമനോഹരമായ ബ്ലോക്കിന് ഇതെന്ന് തീരുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. തീർന്നു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. തീരണവരെ സഹിച്ചേ പറ്റുള്ളൂ. നമ്മള് 5 മിനിറ്റ് കൊണ്ട് അപ്പുറത്ത് കിടക്കാനുള്ള നമ്മൾ മണിക്കൂറുകളായി ഈ ബ്ലോക്കിൽ എഴഞ്ഞ് വണ്ടിയിലെ പെട്രോളും തീർന്ന് ആരോട് പറയാൻ, ആര് കേൾക്കാൻ. നമ്മള് പൈസ ഇല്ലാത്തടുത്ത് അടിക്കുന്ന പെട്രോള് ഈ ബ്ലോക്കിൽ കടന്ന് തീർന്നു കഴിഞ്ഞാൽ ഈ റോഡ് പണി ചെയ്യുന്നവരോട് പറഞ്ഞു കഴിഞ്ഞാൽ പൈസ തിരിച്ചിട്ടോ ഇല്ല. പക്ഷെ എന്നിരുന്നാലും ഈ
റോഡ് പണി നല്ല നമുക്ക് വേണ്ടിയാണല്ലോ എന്ന് നമുക്ക് ആശ്വസിക്കാം. വികസനമൊക്കെ നല്ലതാണ്, പക്ഷെ ഇങ്ങനെ ബുദ്ധിമുട്ടിപ്പിക്കണ്ടേ? അല്ല പിന്നെ ബുദ്ധിമുട്ടിക്കാതെ പിന്നെ നീ പിന്നെ ഈ റോഡ് എങ്ങനെ പണിയോടോ? ഇങ്ങനെ ബുദ്ധിമുട്ടിക്കണോ? പിന്നെ ഇങ്ങനെ അല്ലാതെ പിന്നെ എങ്ങനെ ബുദ്ധിമുട്ടിക്കണം? ആ ഗ്യാപ്പ് ഇല്ലാത്ത അടുത്തൂടെ അവ എങ്ങനെ പോണ്? ഫുട്പാത്തിൽ കൂടെയൊക്കെ പോകരുത്. അത് അങ്ങോട്ട് പോയാൽ ഫ്രണ്ടിൽ പോണ ചേട്ടൻ അത് എവിടെ കൂടെ വന്നതെന്ന് എനിക്കറിഞ്ഞൂടാ കേട്ടാ. യൂട്യൂബിൽ കാർത്തിക് സൂര്യ വീഡിയോ ഇട്ടിട്ടുണ്ട്. 5 മണി കറക്റ്റ് 5 മണി ആയി കഴിഞ്ഞാൽ നമ്മുടെ അണ്ണൻ നമ്മുടെ ഇൻസ്പിറേഷൻ ബ്ലോഗ് തുടങ്ങാനുള്ള ഇൻസ്പിറേഷൻ ആയ കാർത്തിക് സൂര്യ വീഡിയോ ഇട്ടിരിക്കും. നമുക്കും അതേപോലെ ഒരു സമയം കണ്ടെത്തി ആ സമയമാകുമ്പോൾ നമുക്കും വീഡിയോ പോസ്റ്റ് ചെയ്യണം. ഇവിടെ നിന്ന് വലത്തോട്ടല്ലേ? എന്റെ ഇടത്തോട്ടാണ്. അങ്ങോട്ടാണ് മാപ്പ് നോക്ക്. മാപ്പിൽ ഇല്ല, നമ്മൾ മാപ്പ് ഇപ്പൊ കാണിക്കത്തില്ല. കാരണം നമ്മൾ പോകുന്ന ഡെസ്റ്റിനേഷൻ ഇതുവരെ നിങ്ങൾക്ക് റിവീൽ ചെയ്തിട്ടില്ല. അതെ, അത് നമുക്കും അറിഞ്ഞൂടാ. വലത്തോട്ടല്ലേ? വലത്തോട്ടോ. ഇടത്തോട്ട് കയറിപ്പോയല്ലേ? ഇടത്തോട്ട് കയറിപ്പോയ അങ്ങോട്ട് പോകണം. അങ്ങോട്ടാണോ പോകണം? അങ്ങോട്ടാണോ? എടാ അങ്ങോട്ടായിരിക്കുമല്ലോ. ഇവിടെ കാർ അതുവഴി ആയിരിക്കും. അല്ല ഇതുവഴി തന്നെ പോ. റീസെന്റ് കാണിക്കുന്ന ചെറിയ ചെറിയ വഴിയാണ് കണ്ട. ഹെവി വണ്ടിയൊന്നും ഇതുവഴി. ഒരു കൊച്ചു നമ്മളെ നോക്കി ചിരിക്കുന്നു. നമ്മൾ തന്നെ ഇപ്പൊ അമ്മ കണ്ട് പെമ്പിള്ളേരെ വീഡിയോ എടുക്കാനാണോ നിനക്ക് ഞാൻ എന്റെ അടുത്ത് ബ്ലോഗ് തുടങ്ങാൻ പറഞ്ഞതെന്ന് പറയൂ. കണ്ട പിള്ളേരെ വീടിയിട്ടാലേ റീച്ച് ചേർത്തുള്ളതാ. റീച്ചിന് വേണ്ടി നടയാത്രക്കാർ നടന്നു വരുന്നത് വളരെ ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ തിരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ നമ്മൾ ഏകദേശം ബ്ലോക്ക് കണ്ട. ഈ ബ്ലോക്കൊക്കെ എന്ന് തീർന്ന ആൾക്കാർ പോകുമെന്ന് അറിഞ്ഞൂടാ. പക്ഷെ ബ്ലോക്കിൽ കിടക്കുന്നവർക്ക് എന്തായാലും പെട്ടെന്ന് വീടെത്താൻ പറ്റട്ടെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ജൈത്രയാത്ര തുടരുകയാണ്. നമുക്ക് കഴിക്കണം. നമ്മൾ കഴിച്ചില്ല. സംഭവം ഫുഡൊന്നും കഴിച്ചില്ല. ഫുഡ് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് ലുലുന്ന്. പക്ഷെ നേരം കൊണ്ട് നമുക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ്. അങ്ങനെ ഫുഡ് ഇരിക്കുന്നത് നമുക്കുള്ള ഫുഡാണ്. കണ്ടോ? ഫുഡ് കഴിക്കണം. ഫുഡ് കഴിച്ചിട്ട് ഇനി ബാക്കി വണ്ടി എവിടെയും സൈഡ് ഫുഡ് കഴിക്കാം. അതാണ് നമ്മുടെ ജഡായിപ്പാറ. ഇവിടെ നിന്ന് നോക്കുമ്പോ തന്നെ എന്ത് രസമില്ലടാ. കാരണം നീ കയറിയിട്ടില്ല? ഇല്ല. നീ കയറിയിട്ടുണ്ടോ? ഇല്ല. എന്ത് അങ്ങനെ പോണ വഴിക്ക് ഒരു സ്ഥലത്ത് വണ്ടി നിർത്തിയതാ. കൊള്ളാല്ലേ, നല്ല രസമുണ്ട്. ആഹാ, കുബൂസ്, പിന്നെ ഓറഞ്ച് ജ്യൂസ്, പൈനാപ്പിൾ, പിന്നെ മയണൈസ്. ഒരു പ്ലേറ്റ് അല്ലേ? അല്ല, 2 പ്ലേറ്റാണ് ഇത്. 2 പ്ലേറ്റ് അതാ. ഒന്നില് 2 പ്ലേറ്റ്. ഇനി ഒരു പ്ലേറ്റും കൂടെ ഉണ്ട്. മെയിൻ സാധനം ഇന്നത്തെ സ്പെഷ്യൽ. ഓ മൈ ഗോഡ്, അതെന്താണ് അവിടെ ഒരു വാട്ടർ? അവര് ഗ്രില്ല് ചെയ്ത് കുത്തി ഗ്രില്ല് ചെയ്ത്. ഓ മൈ ഗോഡ്, ചെട്ടിനാടൻ ചിക്കൻ എന്നാണ് പറഞ്ഞത്. കൊള്ളാമോ? ചെട്ടിനാടൻ ചിക്കൻ, ഒരു മുതുക്ക് സാധനം. മൈ ഫേവറേറ്റ് തന്തൂരി. നമ്മളാ ഇതെന്താ പറയണതിന്? കുബൂസ്. ഈ കുബൂസ് എടുക്കുക, മയണൈസിൽ ഇങ്ങനെ മുക്കുക. അത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വാങ്ങും കേട്ടോ. അതെ, ചെട്ടിനാട് ചിക്കൻ്റെ നടുഭാഗം ഇങ്ങനെ എടുത്ത് മുറിച്ച് തന്നിരുന്നെങ്കിൽ കട്ട് ചെയ്തോളണം. മുറിച്ചെടുത്ത് ഗൈസ് എടുക്കുക, ഇങ്ങനെ പിച്ചെടുക്കുക,
മയോണൈസിൽ ഇങ്ങനെ ആക്കുക. കൊള്ളാം. പ്രകൃതി രമണീയം കണ്ട് സൈഡിൽ ചിക്കൻ, ചെട്ടിനാടൻ ചിക്കൻ തിന്നുകയാണ് സുഹൃത്തുക്കളെ നമ്മൾ. അപ്പം നമ്മൾ കഴിച്ചിട്ട് വരാം. അപ്പോൾ ഓക്കെ, ടാറ്റ. സൂര്യൻ അവിടെ അസ്തമിച്ചുകൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇവിടെ എൻ്റെ കാർ. ആഹാ, അഖിൽ കാർ ഓടിച്ചുകൊണ്ട് വരികയാണ് സുഹൃത്തുക്കളെ. ഓ, എന്നാ ഒരു ഗ്ലാമറാ സാധനത്തിന്. വരട്ടെ 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 വരട്ടെ. ആ, ചവിട്ടിക്കോ. പേടകത്തിൽ നിന്നും ഇറങ്ങിക്കഴിഞ്ഞാൽ ഞാൻ ക്യാമറ തരുന്നതാണ്. ഓക്കെ, ഇന്നലെ ഓടിച്ചു തുടങ്ങിയൊന്നല്ല. നെക്സ്റ്റ് ഡ്രൈവറിൻ്റെ ഞാൻ കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ പോയിട്ട് പറഞ്ഞുതരാം. ഗോയിങ് ടു അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു, അങ്ങനെ വയറൊക്കെ ഉയർത്ത് നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ്. എങ്ങോട്ടാണെന്ന് അറിഞ്ഞൂടാ, എങ്ങോട്ടാണെന്ന് പറഞ്ഞുതരാം. കം ഓൺ ഗൈസ്.